പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പത്രവാർത്തകളിലേക്ക് നമ്മൾ കടക്കുന്നു. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരു സുന്ദരമായ ദിനം ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് നമ്മൾ പത്രങ്ങളിലേക്ക് കടക്കുന്നു. ഇന്ന് ഒരു കൂട്ടം പത്രങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ചന്ദ്രിക, സുപ്രഭാതം, കേരള കൗമുദി, സിറാജ്, മാധ്യമം, മാതൃഭൂമി, മനോരമ, ദേശാഭിമാനി, ഹിന്ദു, എല്ലാ പത്രങ്ങളും നമ്മളുടെ നീരജ് സംഘടിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് മാതൃഭൂമി എടുത്തോളൂ, ഞാൻ മനോരമ എടുക്കാം. അതേപോലെ സുപ്രഭാതവും മാധ്യമവും ഒക്കെ ഉണ്ട്, ദേശാഭിമാനി ഉണ്ട്. ഓക്കെ, ദേശാഭിമാനി വായിച്ചു തുടങ്ങുള്ളൂ. അതെ അതെ, അർച്ചന അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ മനോരമയും കൂടെ വായിക്കണം, ഒരു ബാലൻസിങ്ങിന് വേണ്ടി. അപ്പൊ നമുക്ക് പത്രവാർത്തകളിലേക്ക് കടന്നാൽ മലയാള മനോരമയിലേക്ക് എത്തിയാൽ പ്രധാന വാർത്തയായിട്ട് മനോരമയിലെ ഒരു മനോഹരമായ ചിത്രം ആദ്യം നമുക്ക് പ്രേക്ഷകരെ പരിചയപ്പെടുത്താം. മനോരമയിലുള്ള ഒരു ചിത്രം പറന്നൊരു പിറന്നാൾ എന്ന തലക്കെട്ടിലാണ് കേട്ടോ. രാജ്യാന്തര ബഹിരാകാശ നിലയത്തിൽ നിന്ന് റഷ്യയുടെ സോയൂസ് പേടകം കസാക്കിസ്ഥാനിലെ പുൽമേട്ടിൽ ലാൻഡ് ചെയ്തതിന് പിന്നാലെ US യാത്രികൻ ഡോൺ പെറ്റിറ്റിനെ വാഹനത്തിലേക്ക് കൊണ്ടുപോകുന്നു. 220 ദിവസത്തെ ബഹിരാകാശവാസത്തിനു ശേഷം ഭൂമിയിലേക്ക് തിരിച്ചെത്തി ഇന്നലെ പെറ്റിറ്റിന്റെ 70ാം പിറന്നാളായിരുന്നു. നിലവിൽ നാസയുടെ ഏറ്റവും പ്രായം കൂടിയ ബഹിരാകാശ യാത്രികരാണ് അദ്ദേഹം. 2 റഷ്യക്കാരും പെറ്റിറ്റിനൊപ്പം തിരിച്ചെത്തി എന്നുള്ളതാണ്. ഡോൺ പെറ്റിറ്റിന് 70ാമത്തെ വയസ്സിലാണ് അദ്ദേഹം ബഹിരാകാശത്ത് നിന്നും ഭൂമിയിലേക്ക് തിരിച്ചിറങ്ങിയത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ജീവിതം 60 കഴിയുമ്പോൾ 55 കഴിഞ്ഞ് റിട്ടയർ ആകുമ്പോൾ ജീവിതം കഴിഞ്ഞു എന്ന് കരുതിയിരിക്കുന്ന മനുഷ്യരോട് ഡോൺ പെറ്റിറ്റ് എന്ന് പറയുന്ന US-ന്റെ ബഹിരാകാശ യാത്രികൻ 220 ദിവസം 70ാമത്തെ വയസ്സിൽ ബഹിരാകാശത്ത് കഴിഞ്ഞ് കസാക്കിസ്ഥാനിൽ വന്ന് ലാൻഡ് ചെയ്തിട്ടുണ്ട്. നമ്മളൊക്കെ 70ാമത്തെ വയസ്സിൽ എങ്ങോട്ടാ പോകുന്നത് എന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ അല്ലേ? അതെ, ആശങ്കയാണ്. പകൽ വീട്ടിലേക്ക് പോകേണ്ടി വരുമോ, സ്നേഹ വീടുകളിലേക്ക് പോകേണ്ടി വരുമോ? അത്തരം വീടുകളൊക്കെ ഒരു പുതിയ കൾച്ചറായിട്ട് വരുന്നു. അടുത്ത 10 വർഷം കഴിയുമ്പോഴേക്കും നമ്മുടെ പോപ്പുലേഷൻ 20% വൃദ്ധ മനുഷ്യരെ കൊണ്ട് നിറയും നമ്മുടെ സംസ്ഥാനത്ത് എന്നുള്ളതാണ്. പക്ഷേ ഡോൺ പെറ്റിറ്റിനെ പോലെ ആയി തീരുക എന്നുള്ളതാണ്. 70ാമത്തെ വയസ്സിലും നിങ്ങൾ ബഹിരാകാശത്ത് സ്വപ്നം കാണുക. മനോഹരമായ ഒരു ചിത്രമായിരുന്നു അത്. അതേപോലെ പ്രധാനപ്പെട്ട വാർത്തയായി പത്രങ്ങളിലുള്ളത് വിവിധ രാഷ്ട്രീയ വാർത്തകൾക്കും അപ്പുറം ഇന്ന് മനോരമയിൽ ഒരു കൂട്ടം മറ്റു വാർത്തകളുണ്ട്. നമ്മൾ പുറത്തുവിട്ട വാർത്തയാണ്. VS രഞ്ജിത്തും സംഘവും TV പ്രസാദും ഒക്കെ പുറത്തുവിട്ട വളരെ പ്രധാനപ്പെട്ട ഒരു ബ്രേക്കിംഗ് വാർത്തയായിരുന്നു. ഈ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിനെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് അനധികൃത താൽക്കാലിക നിയമനം നടത്തുന്നു. മലയാള മനോരമയിൽ ഇന്നത് ആദ്യ വാർത്തയാണ്. അനധികൃത നിയമങ്ങൾക്കെതിരെ ഭരണപരിഷ്കാര വകുപ്പ് പിൻവാതിൽ പൂട്ടണം എന്ന തലക്കെട്ടിലാണ് ആ വാർത്ത പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. താൽക്കാലിക നിയമനങ്ങൾ പരിശോധിച്ച് നിയമവിരുദ്ധമായവ റദ്ദാക്കണം എന്ന് പറയുന്നുണ്ട്. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് നിയമനങ്ങൾ എത്ര നടന്നു എന്നറിയുമ്പോഴാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇതിലെ ഒരു നീതികേട് മനസ്സിലാവുക. ഒഴിവുകൾ 10,000, നിയമനം 323 പേർക്ക്. വിദ്യാഭ്യാസ വകുപ്പിൽ മാത്രമാണ്. അതെ, അതായത് രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിലെത്തിയ 2021 മുതൽ 2024 വരെ പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ 323 നിയമനങ്ങൾ മാത്രമാണ് നടത്തിയത്. 10,000 ഒഴിവുകൾ ഉണ്ടായിരിക്കെ. മറ്റു വകുപ്പുകളിൽ നോക്കൂ, KSRTC 2 എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് നിയമനങ്ങൾ, ആരോഗ്യം 6,972, വാട്ടർ അതോറിറ്റി 2037, സഹകരണ ബാങ്ക് 177. അതായത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിനെ അറിയിക്കാതെയാണ് പല നിയമനങ്ങളും നടത്തുന്നത് എന്നാണ് ഈ വാർത്തയുടെ ക്രെക്സ്. അങ്ങനെ ഉണ്ടാവാൻ പാടില്ല എന്ന് ഭരണപരിഷ്കാര വകുപ്പ് പറയുന്നു. ഇനി മാതൃഭൂമിയിലെ ലീഡ് വാർത്ത ഏതാണ്? EDയിൽ കോൺഗ്രസിനൊപ്പം, അത് CPM നിലപാട്. ഇനി കോൺഗ്രസ് കേരളത്തിലെ ED വേട്ടയിൽ CPM-നൊപ്പം ഉണ്ടോ? ഇല്ല. ഈ CMRL വിഷയത്തിൽ ഇല്ലല്ലോ. ഇല്ല. SFIO വിഷയത്തിൽ ഇല്ല. അതിരിക്കുന്നു CPI-യും ആ വിഷയത്തിലില്ല. ഇല്ല. പക്ഷെ ഇത് ദേശീയ തലത്തിൽ കോൺഗ്രസിനൊപ്പമാണെന്നാണ്. നാഷണൽ ഹെറാൾഡ് കേസിൽ ED നടപടി നേരിടുന്ന കോൺഗ്രസ് നേതാക്കൾക്ക് പരസ്യ പിന്തുണ പ്രഖ്യാപിച്ച് ഇന്ത്യ സഖ്യത്തിലെ പ്രധാന കക്ഷിയായ DMK അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് പ്രതിപക്ഷ കക്ഷികളെ വേട്ടയാടുന്ന കേന്ദ്ര നടപടിയെ എതിർക്കുക എന്നതാണ് CPM-ന്റെ നിലപാടെന്ന് പാർട്ടി ജനറൽ സെക്രട്ടറി MA ബേബിയും വ്യക്തമാക്കി. വ്യക്തമാണ്. ദേശീയ തലത്തിൽ രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും നാഷണൽ ഹെറാൾഡ് കേസിൽ വേട്ടയാടുന്നതിനെതിരെ CPM കോൺഗ്രസിന് അനുകൂലമായ ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നു, അഥവാ കോൺഗ്രസിനോടൊപ്പമാണ് എന്നത് പറയുന്നു. ദേശഭവനിലെ പ്രധാനപ്പെട്ട ലീഡ് വാർത്ത ഏതാണ്? നമ്മുടെ ആഘോഷ പരിപാടികൾക്ക്, സർക്കാരിന്റെ ആഘോഷ പരിപാടികൾക്ക് തുടക്കമാണ്. 4ാം വർഷം ഇവിടെ തന്നെയല്ലേ? കാലിക്കടവിലാണ് പരിപാടി. പിന്നിലാണ് ഇന്ന് മുഖ്യമന്ത്രിയും മന്ത്രിമാരും നമുക്ക് തൊട്ടുപിന്നിൽ ഈ കാലിക്കടവ് എന്ന് പറയുന്ന സ്ഥലത്ത് 4ാം വാർഷികാഘോഷത്തിന് ഉദ്ഘാടനത്തിനായി എത്തുന്നുണ്ട്. 10 മണിക്കാണ് പരിപാടി തുടങ്ങുന്നത്. ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിക്കും. അതുപോലെ തന്നെ പ്രദർശന വിപണന മേളടക്കമുള്ള വലിയൊരു പരിപാടി തന്നെ ഇന്ന് രാവിലെ തുടങ്ങുന്നുണ്ട്. അതിനെക്കുറിച്ച് വലിയ വിമർശനം ഉയരുന്നുണ്ട്. കോടികൾ മുടക്കിയുള്ള ഇത്തരം ആഘോഷ ധൂർത്ത് വേണോ? ആശമാർക്ക് പൈസ കൊടുക്കാതെ എന്നൊരു വലിയ ചോദ്യം രാഷ്ട്രീയ വിമർശനമായി പ്രതിപക്ഷം ഉയർത്തുകയും ചെയ്യുന്നുണ്ട്. ഇന്ന് 3 ഇടങ്ങളിലാണ് പ്രധാനപ്പെട്ട ഈ ആഘോഷം അല്ലേ? കാസർഗോഡ് തന്നെ. ഇന്നിപ്പം കാസർഗോഡ് കാലിക്കടവ് വെച്ചിട്ടാണ് ഉദ്ഘാടനം തുടങ്ങുന്നത്.
തുടങ്ങുന്നത്. അതിനുശേഷം ബേക്കൽ ക്ലബ്ബിൽ വെച്ചിട്ട് ഇവർ പൗരസമിതിയിലുള്ള ആളുകൾ, അതായത് പ്രമുഖരായ കാസർഗോഡ് ജില്ലയിലുള്ള ട്രേഡ് യൂണിയനുകൾ, പൗരപ്രമുഖരാണോ? ട്രേഡ് യൂണിയൻ, നവകേരള സദസ്സിലെ വാക്കാണ് പൗരപ്രമുഖ. ട്രേഡ് യൂണിയനുകളുടെ ആളുകൾ, അതുപോലെ തന്നെ വിദ്യാർത്ഥി സംഘടനകളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു മീറ്റിംഗ്, അവലോകന ചർച്ച ഇന്ന് മുഖ്യമന്ത്രി ആയിട്ടുണ്ട്. അതുപോലെ കഴിഞ്ഞ ശേഷം വൈകുന്നേരത്തോടുകൂടി കാഞ്ഞങ്ങാട് LDF-ന്റെ ഒരു റാലിയോടുകൂടി ഇന്നത്തെ പരിപാടികൾക്ക് തുടങ്ങും. അപ്പൊ ഇനി അങ്ങോട്ട് വരുന്ന ദിവസങ്ങളിൽ കാര്യം കൂടിയുണ്ട്. കോടികൾ മുടക്കിയുള്ള ഈ ആഘോഷം എന്തിന് എന്നുള്ളതാണ് പ്രതിപക്ഷം ചോദിക്കുന്നത്. പ്രതിപക്ഷത്തിന്റെ ചോദ്യത്തിലും കഴമ്പുണ്ട് എന്നത് പ്രേക്ഷകർക്ക് അറിയാമല്ലോ. കാരണം അത് ആ രീതിയിലാണ് നടത്തപ്പെടുന്നതെങ്കിൽ നമുക്ക് കാത്തിരുന്ന് കാണാം. ഉദ്ഘാടനം മാമാങ്കമാണോ നടക്കുന്നത്, അതല്ല ഉദ്ഘാടനം ചെറിയ രീതിയിൽ തന്നെയാണോ നടക്കുന്നത്, സാമ്പത്തിക ഞെരുക്കത്തിനിടയിലും എങ്ങനെയാണ് സർക്കാർ 4ാം വാർഷികം ആഘോഷിക്കുന്നത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയായി മനോരമയിലുള്ളത് വാർഷിക പരീക്ഷയിൽ കുട്ടികളും അധ്യാപകരും രക്ഷിതാക്കളും ശ്രദ്ധിക്കാൻ പുതിയ അധ്യയന വർഷം മുതൽ 9-ന് പുറമെ 5, 6 ക്ലാസ്സുകളിലും അടുത്ത വർഷം 7, 10 ക്ലാസ്സുകളിലും മിനിമം മാർക്ക് പ്രൈമറിയിലും വരാൻ പോകുന്നു. പ്രൈമറിയിലെ കുറുമ്പന്മാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് 4ാം ക്ലാസ് വരെ നിങ്ങൾ ഓൾ പാസ് ആണെങ്കിൽ ഇനി 5ാം ക്ലാസ് മുതൽ ഓൾ പാസ് ഉണ്ടാവില്ല. മിനിമം 30% മാർക്ക് നിങ്ങൾ നേടിയിരിക്കണം. കണക്കും ഇംഗ്ലീഷും സയൻസും മലയാളവും ഹിന്ദിയും ഒക്കെ പാടായിരിക്കുന്ന ഒരുപാട് കുഞ്ഞന്മാർ നമ്മുടെ ചുറ്റുമുണ്ട്. അപ്പോൾ നന്നായി പഠിച്ചുകൊടുക്കുക. ഈ വെക്കേഷനിൽ പുസ്തകങ്ങളൊക്കെ എടുത്ത് പഠിച്ചുകൊടുക്കുക. ഇത്തവണ ഏറ്റവും കൂടുതൽ ഹിന്ദിയിലാണ് 8ാം ക്ലാസ് തോറ്റിരിക്കുന്നത്. സത്യമാണ് കേട്ടോ. ഞാനും പലപ്പോഴും നമ്മുടെയൊക്കെ വീട്ടിലും ചുറ്റിലുമുള്ള കുട്ടികളോട് ചോദിക്കുമ്പോൾ ഹിന്ദി അവർക്ക് പലപ്പോഴും ചിലത് പാടായിട്ട് തോന്നുന്നു. അതിന്റെ കാരണം ഹിന്ദി അവർ പണ്ടൊക്കെ കുറച്ച് ഹിന്ദി എളുപ്പമായിട്ട് പഠിക്കുന്നവരുണ്ടായിരുന്നു അല്ലേ? ഇത്തവണ ഇപ്രാവശ്യം പറ്റും. നമ്മൾ കോവിഡ് കാലത്ത് 5ാം ക്ലാസ്സിലേക്ക് കടന്ന കുട്ടികളുണ്ടാവും. അപ്പൊ ഹിന്ദി പഠിച്ച് അപ്പൊ തുടങ്ങുന്നതാണെങ്കിൽ കോവിഡ് കാലത്ത് ഓൺലൈൻ ക്ലാസ് ആണല്ലോ. മിക്കവാറും അവർ 8ാം ക്ലാസ് എത്തുമ്പോൾ ഓൺലൈനിൽ ഹിന്ദി പഠിച്ച് അതോടുകൂടി കഴിഞ്ഞു എന്നുള്ളതാണ്. പക്ഷേ TV കണ്ടിട്ട് ഹിന്ദി പഠിച്ചിട്ടുണ്ട്. ഹിന്ദിയൊക്കെ നന്നായിട്ട് അറിയാമെന്ന് പറഞ്ഞു. കുഴപ്പമില്ല. സാറാ ഇഷ്ടപ്പെട്ട വിഷയം ഏതായിരുന്നു? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയങ്ങളിൽ ഒന്ന്, ഏറ്റവും ഇഷ്ടപ്പെട്ടത് ബയോളജി ആയിരുന്നു കേട്ടോ. ആ കാര്യം എനിക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയത് ഒന്ന് ബയോളജിക്കും ഫിസിക്സിനുമായിരുന്നു. പിന്നെ 10ാം ക്ലാസ്സിൽ എനിക്ക് 49 മാർക്കായിരുന്നു. 50-ൽ 50-ൽ 49 മാർക്കുണ്ട്. 50 ഒരു മാർക്കും കണ്ട പോയത്. അതിവിടെ എനിക്ക് പടം വരച്ചതിൽ എവിടെയോ പറ്റിയൊരു മിസ്റ്റേക്ക് ആണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ പക്ഷെ പിന്നീട് എടുത്തത് സോഷ്യൽ സയൻസ് ആണ്, സാമൂഹ്യ ശാസ്ത്രമാണ്, പൊളിറ്റിക്കൽ സയൻസ് ആണ്. അതിൽ പിന്നെ നമ്മൾ യൂണിവേഴ്സിറ്റിയിൽ 1 റാങ്കൊക്കെ വാങ്ങിച്ചു. അത് ആ വഴിക്ക് പോയി. പക്ഷേ പ്രശ്നം അതല്ലെന്നേ, ഇതിനകത്ത് ഈ ഹിന്ദി കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്നു എന്നുള്ളത് ഗൗരവമായി പരിശോധിക്കേണ്ട വിഷയമാണ്. ഹിന്ദി മാത്രമല്ല മലയാളം ഒന്നും എഴുതാൻ വായിക്കാറില്ല എന്നുള്ള പ്രശ്നമുണ്ട്. അതിൻ്റെ പ്രശ്നം DPP-യെ കുറിച്ച് പണ്ട് മുതലേ പറഞ്ഞു കേൾക്കുന്നത് ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ കുറച്ചൊക്കെ ഭേദപ്പെട്ടു വരുന്നു. സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിൽ 8ാം ക്ലാസ്സിൽ നടപ്പാക്കിയ മിനിമം മാർക്ക് സമ്പ്രദായം പുതിയ അധ്യയന വർഷം 5, 6 ക്ലാസ്സുകളിലും അടുത്ത വർഷം 7ാം ക്ലാസ്സിലും കൂടി നടപ്പാക്കുമെന്ന് മന്ത്രി V. ശിവൻകുട്ടി അറിയിച്ചു. പുതിയ അധ്യയന വർഷം 9ാം ക്ലാസ്സിലും അടുത്ത വർഷം 10ാം ക്ലാസ്സിലും ഈ രീതി നടപ്പാക്കുമെന്ന് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. ഇത് അപ്പർ പ്രൈമറി തലത്തിലേക്ക് കൂടി വ്യാപിപ്പിക്കാനാണ് പുതിയ തീരുമാനം. ഇതോടെ 2026-27 അധ്യയന വർഷം മുതൽ UP ഹൈസ്കൂൾ ക്ലാസ്സുകളിലെല്ലാം മിനിമം മാർക്ക് വ്യവസ്ഥ നിലവിൽ വരും. വാർഷിക എഴുത്തു പരീക്ഷയിൽ 30% മാർക്ക് നേടാൻ ആവാത്തവർക്ക് പുനഃപരീക്ഷ നടത്തും. അപ്പോൾ ആദ്യ പരീക്ഷയിൽ തന്നെ പാസ്സാവാൻ വേണ്ടിയിട്ട് കുട്ടികളൊക്കെ ശ്രദ്ധിക്കുക. 30% മാർക്ക് വാങ്ങുക. 50-ൽ 15 അത്ര വായിച്ചാൽ മതി അല്ലേ? നമ്മളൊക്കെ പണ്ട് മറ്റേ മെയ് 2-ാം തീയതി പോയി റിസൾട്ട് നോക്കി തോറ്റോന്ന് നോക്കാറുണ്ടല്ലോ. ഇപ്പൊ അങ്ങനെ വേണ്ട. 210 എന്നുള്ളത് എല്ലാ കാലത്തും മനസ്സിലുണ്ടായിരുന്നൊരു നമ്പരാണ്. 210 മാർക്ക് വാങ്ങാൻ പറ്റും 600-ൽ അല്ലേ? അപ്പോൾ പ്രിയപ്പെട്ടവരെ, മറ്റൊരു വളരെ പ്രധാനപ്പെട്ട വാർത്ത ഇനി മാതൃഭൂമിയിലുള്ളത്, ഈ കർണാടക മുൻ DGP വീട്ടിൽ കുത്തേറ്റ് മരിച്ച നിലയിൽ നിന്നല്ല, ഇത് ബംഗളൂരുവിലാണ് എങ്കിൽ കൂടി ഇതൊരു ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ട കർണാടക മുൻ DGP ഓം പ്രകാശിനെ ബംഗളൂരിലെ വീട്ടിൽ കുത്തിക്കൊലപ്പെടുത്തിയ നിലയിൽ കണ്ടെത്തി. സൗത്ത് ഈസ്റ്റ് ബംഗളൂരുവിലെ HSR ലേഔട്ടുള്ള വസതിയിൽ ഞായറാഴ്ച വൈകിട്ടോടാണ് രക്തത്തിൽ കുളിച്ച നിലയിൽ അദ്ദേഹത്തിന്റെ മൃതദേഹം കണ്ടെത്തിയത്. എന്നിട്ട് ഭാര്യ സുഹൃത്തിനൊരു വീഡിയോ കോൾ ചെയ്ത് പറഞ്ഞത് ആ പിശാചിനെ കൊന്നു എന്നാണ്. അങ്ങനെയാണ് കേട്ടോ. വിചിത്രമായൊരു സംഭവമാണ്. അതിനകത്ത് എന്താണ് സംഭവിച്ചതെന്നറിയില്ല. മുൻ DGP ആണ് എന്നത് ഓർമ്മിക്കണം. അപ്പോൾ ആ DGP വീട്ടിൽ ഭാര്യ കൊലപ്പെടുത്തിയതിനു ശേഷം സുഹൃത്തിന് വീഡിയോ കോൾ ചെയ്തിട്ട് പറയാണ് ആ പിശാചിനെ കൊന്നു എന്നുള്ളത്. ഈ ഭാര്യ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇത് ചില വീട്ടുകളിലൊക്കെ ആളുകൾ പറയും ഈ പിശാച് എന്ന് പറഞ്ഞു പോയിരിക്കുന്ന ചില ഭാര്യമാരൊക്കെ ഉണ്ടാവും. നിങ്ങൾ ഇങ്ങനെയൊന്നും ചെയ്തു കളയരുത്. ഭർത്താക്കന്മാരും ഭാര്യമാരും തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിച്ച് ജീവിക്കുക. അപ്പോൾ മറ്റൊരു പ്രധാന വാർത്തയുള്ളത്, കണ്ണൂർ സർവകലാശാലയിലെ ചോദ്യചോർച്ചയിൽ കണ്ണൂർ പ്രിൻസിപ്പലിന് സസ്പെൻഷൻ എന്ന വാർത്ത കൂടി മനോരമ ആദ്യ പേജിൽ പങ്കുവയ്ക്കുന്നുണ്ട്. VC വിളിച്ച യോഗം ഇന്നാണ്. കോളേജിന്റെ അഫിലിയേഷൻ സംബന്ധിച്ചും പരാതിയുണ്ട്. നമ്മുടെ കാസർഗോഡാണല്ലോ അല്ലേ? കണ്ണൂർ സർവകലാശാല അവസാന സെമസ്റ്റർ BCA പരീക്ഷയുടെ ചോദ്യങ്ങൾക്ക് വിദ്യാർത്ഥികൾ ചോർത്തി നൽകിയ സംഭവത്തിൽ ആരോപണ വിധേയനായ പാലക്കുന്ന് ഇവിടുന്ന് അധികം ദൂരമുണ്ടോ? ഏകദേശം ഒരു 3/4 മണിക്കൂറോളം എന്തായാലും. പാലക്കുന്ന് ഗ്രീൻവുഡ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പ്രിൻസിപ്പൽ ഇൻചാർജ് PA അജീഷിനെ കോളേജ് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ പരീക്ഷയ്ക്ക് 1 മണിക്കൂർ മുൻപാണ് പ്രിൻസിപ്പൽ ചോദ്യങ്ങൾ ഇട്ടത്. എന്ത് മണ്ടത്തരം കാണിച്ചതല്ലേ?
2 മണിക്കൂർ മുമ്പ് ചോദ്യം മെയിലായി കിട്ടും. അത് പ്രിന്റ് എടുത്ത് കുട്ടികൾക്ക് കൊടുക്കുക എന്നുള്ളതാണ്, പെട്ടെന്ന് കിട്ടാനൊക്കെ വേണ്ടിയാണ്. പക്ഷെ അത് ദുരുപയോഗം ചെയ്തിട്ട് അത് വാട്സപ്പ് ഗ്രൂപ്പിൽ കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുക ചെയ്യുന്നു. ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ഏതായാലും പ്രിൻസിപ്പലിന് സസ്പെൻഷൻ. കോളേജിനെതിരെ ആരോപണങ്ങളുണ്ട്. ആ കോളേജിന്റെ അംഗീകാരത്തെക്കുറിച്ചും ഇപ്പോൾ നിലവിലുള്ള ആ കോളേജ് നടത്തിപ്പുകാർക്കല്ല യഥാർത്ഥത്തിൽ അതിന്റെ നടത്തിപ്പെന്ന് പറഞ്ഞിട്ട് അംഗീകാരത്തെക്കുറിച്ചും ഈ പ്രിൻസിപ്പലിന്റെ യോഗ്യതയെക്കുറിച്ചും ഒക്കെ ആരോപണങ്ങളുണ്ട്. ഓക്കെ, എന്തായാലും ആ ആരോപണങ്ങൾ തെളിയിക്കപ്പെടട്ടെ. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട വാർത്തയായിട്ടുള്ളത്. ഒരു കാര്യം പ്രേക്ഷകർ അറിയിക്കാനുള്ളത്, 24-ാം തീയതി വരെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ട് എന്നത് പ്രേക്ഷകർ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ പുറത്തിറങ്ങുന്ന സമയത്ത് നിങ്ങൾ കരുതിയിരിക്കുക എന്നുള്ളതാണ്. നമുക്ക് വീക്ഷണം പത്രത്തിൻ്റെ എഡിറ്റോറിയൽ കൂടി നോക്കണം എന്നുണ്ട്. ഷൈൻ ടോം ചാക്കോ കോടതിയെ സമീപിച്ചേക്കും എന്നൊരു വാർത്ത കൂടിയുണ്ട്. അത് ഉള്ളത് മാധ്യമത്തിലാണ് ആ വാർത്ത. ലഹരി കേസിൽ അറസ്റ്റിലായി ജാമ്യം കിട്ടിയ നടൻ ഷൈൻ ടോം ചാക്കോ തനിക്കെതിരെ രജിസ്റ്റർ ചെയ്ത FIR റദ്ദാക്കാൻ കോടതിയെ സമീപിച്ചേക്കും. ശാസ്ത്രീയ പരിശോധനയുടെ ഫലം വന്നതിന് ശേഷം ലഹരി ഉപയോഗം തെളിഞ്ഞില്ലെങ്കിൽ കോടതിയെ സമീപിക്കാനാണ് നടന് കിട്ടിയിട്ടുള്ള നിയമോപദേശം. കയ്യിൽ നിന്ന് ലഹരി കണ്ടെടുക്കാത്തതുകൊണ്ടും പോലീസ് വകുപ്പുകൾ ദുർബലമായതുകൊണ്ടും കേസ് കോടതിയിൽ പൊളിയുമെന്നാണ് ഷൈനിന്റെ അഭിഭാഷകരുടെ കണക്കുകൂട്ടൽ. അതേസമയം ഷൈനിനെതിരെ കൂടുതൽ തെളിവുകൾ ശേഖരിക്കാനാണ് പോലീസിന്റെ നീക്കം. ഇതിനായി നടന്റെ പണമിടപാടുകളും ഫോൺ കോളുകളും കൂടുതലായി പരിശോധിക്കുകയാണ്. ജഡ്ജിയുടെ വസതിയിൽ പണച്ചാക്കുകൾ ഉണ്ടായിരുന്നു എന്ന് മൊഴി വന്നിട്ടുണ്ട്. പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ രാജ്യത്ത് ഒരു സുപ്രീം കോടതിയുടെ ഒരു സെർവിംഗ് ജസ്റ്റിസിന്റെ നിലവിലിരിക്കുന്ന ഒരു ജഡ്ജിയുടെ വീട്ടിൽ നിന്ന് കോടിക്കണക്കിന് രൂപയുടെ നോട്ടുകെട്ടുകൾ കണ്ടെടുത്ത സംഭവത്തിൽ ഒരു ചെറുവിരൽ പോലും പോലീസ് അനക്കിയിട്ടില്ല എന്നുള്ളതാണ്. ഒന്ന് ചോദ്യം ചെയ്യാൻ പോലും ആ അർത്ഥത്തിൽ പോലീസ് വിളിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഹൈക്കോടതി ജഡ്ജി യശ്വന്ത് വർമ്മയുടെ ഔദ്യോഗിക വസതിയിൽ നിന്ന് നോട്ടുകുമ്പാരം കണ്ടെത്തിയ സംഭവത്തിൽ വഴിത്തിരിവുണ്ടാവുന്നു. ഒരു പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യം, ജഡ്ജിയുടെ വസതിയിലെ സ്റ്റോർ റൂമിൽ പണം നിറച്ച ചാക്കുകൾ ഉണ്ടായിരുന്നെന്ന് പോലീസ് അഗ്നിരക്ഷാ സേനാംഗങ്ങൾ ഇപ്പോൾ മൊഴി കൊടുത്തിട്ടുണ്ട്. ഇനി കാര്യങ്ങൾ കുറച്ചുകൂടി വേഗത്തിലാവും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇതൊക്കെയാണ് ഇന്നത്തെ പത്രവാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത്. വീക്ഷണം നമ്മുടെ കയ്യിലില്ല. വീക്ഷണത്തിന്റെ വാർത്തയുമായിട്ട് കൊച്ചി ബ്യൂറോ അല്പസമയത്തുള്ളിൽ ചേരും. വളരെ കൗതുകകരമായ ഒരു എഡിറ്റോറിയൽ വീക്ഷണത്തിലുണ്ട്. ആ വീക്ഷണത്തിൽ എഡിറ്റോറിയൽ നമ്മൾ അല്പസമയത്തുള്ളിൽ പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കും. അതിനു മുൻപ് വാർഷികമായി ബന്ധപ്പെട്ടതാണോ? വാർഷികമായിട്ട് ബന്ധപ്പെട്ടതല്ല, അത് കോൺഗ്രസിനുള്ളിലെ കോഴിക്കോട് നിങ്ങളുടെ കോഴിക്കോട് DCC ഓഫീസിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട ഒരു വിമർശനം വീക്ഷണം പത്രത്തിലുണ്ട്. യഥാർത്ഥത്തിൽ അത്തരം തിരുത്തലുകൾ കോൺഗ്രസിൽ ആവശ്യമാണ്. തീർച്ചയായിട്ടും. അന്നത്തെ ആ ദൃശ്യം എന്ന് പറയുന്നത് കോൺഗ്രസിന് അന്ന് ആ പരിപാടിയുടെ മുഴുവൻ പൊലിമയും നഷ്ടപ്പെടുത്തുന്ന ഒരു ദൃശ്യമായിരുന്നു. അതായത് ഈ ക്യാമറ കാണുന്ന സമയത്ത് ചില നേതാക്കൾക്ക്, വളരെ ചില നേതാക്കൾക്ക് വല്ലാത്തൊരു ആവേശമാണ്. കേഡർ പാർട്ടി ആവണം എന്ന് പലപ്പോഴും പറയുന്നൊരു കാര്യം ഇതാണ്. ഈ ഉദ്ഘാടനത്തിന് വേണ്ടി ഇങ്ങനെ തിരക്ക് കൂട്ടുന്ന ചില നേതാക്കന്മാരെ പ്രശ്നമായിരുന്നില്ല. അവിടെ ഈ DCC ഓഫീസിന്റെ നിർമ്മാണ പ്രവൃത്തിയിൽ ആർക്കാണ് കൂടുതൽ മെറിറ്റ്? അത് KC അബു ആണോ ഈ കെട്ടിടം വാങ്ങിയത്? അത് നിർമ്മിച്ച പ്രവീൺ കുമാറിനാണോ? അതിനിടയിൽ DCC പ്രസിഡന്റായ T സിദ്ദിഖിനാണോ? ഈ കെട്ടിടം ഉണ്ടായി കഴിഞ്ഞപ്പോഴാണ് അതിന്റെ അവകാശവാദവുമായി വന്നത്. DCC പ്രസിഡന്റ് പ്രവീൺ കുമാർ കരഞ്ഞോടുകൂടി പൂർണ്ണ ഉത്തരവാദിത്വം പ്രവീൺ കുമാറിനായോ എന്ന് അബുവിന് സംശയം വന്നപ്പോഴാണ് അബുവിടെ മുന്നിൽ കയറുന്നത്. അങ്ങനെ അബുവാണ് സ്ഥലം വാങ്ങിയത്. അങ്ങനെ അതിന്റെ ഒരു അവകാശവാദമാണ് ചിത്രത്തിൽ ആ ഫോട്ടോയിൽ തിങ്ങി. യഥാർത്ഥത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, നമുക്ക് എന്തിനാണ് ഇത്തരം അവകാശവാദങ്ങളല്ലേ? അതൊക്കെ ഓരോരോ നേതാക്കളുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള പോരാട്ടം കൂടിയായിരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുള്ളൂ. പക്ഷേ എങ്കിലും DCC കൗണ്ടർ ഓഫീസായി അല്ലേ, നല്ല വൃത്തിയുള്ളൊരു ഓഫീസായി എന്നുള്ളതാണ്. പക്ഷെ അതിനിടയിൽ ഇത്തരം കാര്യങ്ങൾ അതിന്റെ പൊലിമ നഷ്ടപ്പെടുത്തി എന്ന് മാത്രം. ആ ഓഫീസ് ആയതിൽ ഒരു BJP നേതാവിന് പ്രധാനപ്പെട്ട പങ്കുണ്ട്, ശ്രീധരൻപിള്ളയ്ക്ക്. ശ്രീധരൻപിള്ളയാണ് അത് കേസ് നടത്തിയിട്ട്, അതൊരു വ്യക്തിയുമായിട്ടുള്ള കേസായിരുന്നു. ആ കേസ് ശ്രീധരൻപിള്ള ജയിപ്പിച്ച ആ വ്യക്തിക്ക് സ്ഥലം കൊടുത്താണ്. പക്ഷെ ശ്രീധരൻപിള്ള രാഷ്ട്രീയക്കാരനായതുകൊണ്ട് KC ബാബുവായിട്ട് ഇരുന്ന് കോംപ്രമൈസ് ചെയ്തിട്ട് സ്ഥലം DCCക്ക് തന്നെ തിരിച്ചു കൊടുക്കാനുള്ള വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം അതും അതിലൊരു പ്രധാനപ്പെട്ട വാർത്താ വിശേഷമാണ്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമുക്ക് ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകളിലേക്ക് പോകേണ്ട സമയമാണ്. സമയം 7 മണി കഴിഞ്ഞ് 6 മിനിറ്റ് ആയിരിക്കുന്നു. ഇന്ന് ഏപ്രിൽ മാസം 21-ാം തീയതിയാണ്. മേടമാസം 8-ാം തീയതി, സുന്ദരമായ ഒരു തിങ്കളാഴ്ച. ഇന്ന് ഈസ്റ്റർ കഴിഞ്ഞിട്ടുള്ള ദിവസമാണ്. യാതനകളെല്ലാം കഴിഞ്ഞ് ഉയർത്തെഴുന്നേൽപ്പും കഴിഞ്ഞ് മനുഷ്യർ സാധാരണ നിലയിലേക്ക് ജീവിച്ചു തുടങ്ങുന്ന സമയമാണ്. അവധിയൊക്കെ കഴിഞ്ഞ് ഈ ദിവസം വരുന്ന സമയത്ത് ചെറിയ വിഷമം ഉണ്ടാവും മനുഷ്യർക്കല്ലേ? ഞായറാഴ്ച എല്ലാ തിങ്കളാഴ്ച നമുക്ക് ചെറിയ വിഷമം, കാരണം ഞായർ കഴിഞ്ഞ് വരുന്നത്. അപ്പൊ ദീർഘമായ അവധി കഴിഞ്ഞ് വരുമ്പോൾ വിഷമം കുറച്ച് കൂടും. അപ്പം നമുക്ക് പിന്നെ പൊതുവേ അവധികളില്ലാത്തത് കൊണ്ട് അത് വിഷയമല്ല അല്ലേ അർച്ചന? ഇന്നലെ നാട്ടിൽ പോയി വന്നതേ ഉള്ളൂ, അതിന്റെ എല്ലാ വിഷമങ്ങളും എന്റെ മുഖത്തുണ്ടാവും. അപ്പം ഇനിയും വരും. അവധിക്ക് വേണ്ടി കാത്തിരിക്കുക, വാരാന്ത്യങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുക. വളരെ സക്രിയമായി നിങ്ങളുടെ ദിനം തുടരട്ടെ. ഒരിക്കൽ കൂടി എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശുഭദിനവാകലി. നല്ല ദിവസമാവട്ടെ, ധന്യമാവട്ടെ.